സൂഫി ലോകത്ത് സൂര്യ തേജസ്സായിരുന്ന സയ്യിദു ത്വായിഫ അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ പ്രിയ ശിഷ്യനും ഖലീഫയുമായ അബൂബക്കർ ഷിബിലി തങ്ങളുടെ കഥയാണ് നാം ഇന്ന് പറയുന്നത്. അവിടുത്തെ ജീവിതം ആത്മജ്ഞാനദാഹികൾക്ക് എന്നും അമൃതപാനമാണ്. സൂഫിസത്തെ ആഗ്രഹിക്കുന്നവർക്ക് എക്കാലത്തെയും പ്രചോദനവും ആവേശവുമാണ് ഗുരു ഷിബിലി തങ്ങൾ. ഗുരു ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ സേവനത്തിലായി, ശിഷ്യത്വത്തിലായി മഹാനവറുകൾ നയിച്ച വർഷങ്ങൾ നീണ്ടുനിന്ന അവിടുത്തെ ജീവിതം ഓരോ ശിഷ്യന്മാർക്കും ഓരോ മുരീദുകൾക്കും വലിയ പാഠമാണ്. ദിവ്യാനുരാഗത്തിന്റെ പാരമ്യത്തിൽ വിരാജിച്ച മഹാനുഭാവൻ പല സമയത്തും മസ്തിലായി കാണപ്പെട്ടു. ഒരു സമയത്ത് ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ച് കല്ലെറിഞ്ഞിട്ടുണ്ട്. മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം ഒരു മരത്തിന്റെ ചുവട്ടിൽ ആത്മാനന്ദ നൃത്തമാടി അവിടെ തന്നെ താമസിച്ചു. ആളുകൾ ചോദിച്ചു, ആത്മജ്ഞാനികളുടെ ആലംബമേ, അവിടുന്ന് എന്തിനാണ് ഈ മരത്തിന്റെ ചുവട്ടിൽ തന്നെ താമസിക്കുന്നത്? നിങ്ങൾക്ക് മറ്റെവിടെങ്കിലും പോയി താമസിച്ചൂടെ? നിങ്ങൾക്ക് വീടില്ലേ? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ? എന്തിനാണ് ഏകാന്തനായി ഈ മരച്ചുവട്ടിൽ തന്നെ താമസിക്കുന്നത്? ഇത്രത്തോളം ഈ മരത്തണൽ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ കാരണമെന്താണ്? അപ്പോൾ മഹാനുഭാവൻ ആ മരത്തിന്റെ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ മരത്തിൽ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. ആ പക്ഷി എല്ലാ സമയവും കരയുകയാണ്, കൂ 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 എന്ന്. അപ്പോൾ ആ പക്ഷിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പറയും, ഹൂ 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 എന്ന്. ദിവസങ്ങളായി ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് ആ പക്ഷിയും അങ്ങനെ തന്നെ. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയി. അപ്പോൾ മാത്രമാണത്രേ ആ പക്ഷി കരച്ചിൽ നിർത്തിയത്. തൻ്റെ ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും സംസാരം കൊണ്ടും എല്ലാം കൊണ്ടും പ്രപഞ്ചനാഥനെന്ന പ്രണയഭാജനത്തിൽ അലിഞ്ഞ ഓരോ സൂഫിയും അവൻ്റെ ചുറ്റുപാടിനോട് താദാത്മ്യം പ്രാപിക്കും. അവൻ്റെ ചുറ്റുപാടിനോട് കൂടുതൽ ഇണങ്ങിച്ചേരും. കാരണം അവൻ കേൾക്കുന്നതെല്ലാം പ്രണയഭാജനത്തിൻ്റെ നാമമായിട്ടവന് അനുഭവപ്പെടും. അവൻ കാണുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പ്രണയഭാജനത്തിൻ്റെ ഭംഗിയായിട്ട് അവൻ അനുഭവപ്പെടും. അവൻ മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതുമെല്ലാം പ്രേമഭാജനമെന്ന ചൈതന്യത്തെ മാത്രമായിരിക്കും. അവൻ മൊഴിയുന്നതെല്ലാം പ്രേമഭാജനത്തോടുള്ള സല്ലാപമായിരിക്കും. പ്രേമഭാജനത്തിൻ്റെ നൂറിൽ അലിഞ്ഞു ചേർന്ന സൂഫി, ആ സൂഫിക്ക് വേണ്ടി അവൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ ചലിക്കും. അവൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ അവനോട് ഇണങ്ങിച്ചേരും. അവൻ അനുഭവിക്കുന്നതും അവനിൽ നിന്ന് പുറത്തു വരുന്നതും പ്രേമഭാജനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ മാത്രമായിരിക്കും. ഒരു ദിവസം മഹാനായ ശിബിലി തങ്ങളുടെ കാലിൽ ഒരു മുറിവ് പറ്റി. ആ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. ആ ഒലിച്ചു വീണ രക്തം ഭൂമിയിൽ പതിച്ചപ്പോൾ അത് കണ്ട ആളുകൾ അത്ഭുതപ്പെട്ടു. ആ രക്തം ഭൂമിയിൽ എഴുതിയിരിക്കുകയാണ് അല്ലാഹ് അല്ലാഹ് എന്ന്. തന്റെ എല്ലാം പ്രപഞ്ചനാഥനു വേണ്ടി സമർപ്പിച്ചപ്പോൾ തന്റെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീണ രക്തം പോലും എഴുതി തന്റെ പ്രണയഭാജനത്തിന്റെ നാമം അല്ലാഹ് എന്ന്.